ചൈന ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല, പിന്നെയാണ് ഈ ബംഗ്ലാദേശ് പോടെ പണി നോക്കണേ എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം അതും പഴയ ഇന്ത്യയൊന്നും അല്ല. ഇന്ത്യ ഇപ്പോൾ വളരെ വലിയ ഇന്ത്യയാണ്. ഇന്ത്യ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ കൊടുക്കൂല തന്നെ, വേറെ ഒരു ന്യായമില്ല. എന്തായാലും മുഹമ്മദ് യൂനൂസ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ഹസീന, ഷെയ്ഖ് ഹസീനയെ കിട്ടാൻ വേണ്ടി. ആരാണ് ഈ ഷെയ്ഖ് ഹസീന, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നോക്കണം. ഷെയ്ഖ് ഹസീന വാസിദ് എന്നാണ് അവരുടെ സമ്പൂർണ്ണമായ പേര്. അവർ 1947 സെപ്റ്റംബർ 28 ഡുംഗിഫാര ഗോപ്പ എന്ന് പറയുന്ന ആ ഗഞ്ച് പ്രദേശമായ ബംഗ്ലാദേശിലാണ് ജനിച്ചത്. അവർ 1996, 2001 കാലഘട്ടത്തിൽ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഉരുക്ക് വനിത, ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറയുന്ന പോലെ ബംഗ്ലാദേശിലെ ഉരുക്ക് വനിതാ പ്രധാനമന്ത്രിയായിരുന്നു. വളരെ വലിയ രീതിയിലാണ് അവർ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത്. 5 തവണയാണ് അവർ പ്രധാനമന്ത്രിയായത്. 2009, 2024 വീണ്ടും അവർ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായി. അവരുടെ പാർട്ടിയുടെ പേര് അവാമി ലീഗ് എന്നാണ് പാർട്ടിയുടെ പേര്. ഷെയ്ഖ് മുജീബ് ഉർ റഹ്മാനാണ് പിതാവായ ഷെയ്ഖ് മുജീബ് ഉർ റഹ്മാനാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ബംഗ്ലാദേശിൻ്റെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ, അദ്ദേഹമാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥാപകനായിട്ടുള്ള അദ്ദേഹമാണ് ഇതിൻ്റെ പിതാവ്. ഇവരുടെ ഭർത്താവ് പ്രൊഫസർ MA വസീദാണ്. മക്കൾ സജീവ് വസീദ്, ജോയി, സൈമി വസീദ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ആരാണിങ്ങനെ അറിയണം. അവർ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ചെയ്ത കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ പറ്റി. ഞാനതെന്താണെന്ന് പറയുക, ഡിജിറ്റൽ ബംഗ്ലാദേശ് പരിപാടി അവർ കൊണ്ടുവന്നു. സാമ്പത്തിക വളർച്ചയിൽ വലിയ മുന്നേറ്റം ബംഗ്ലാദേശിന് അവരുടെ കാലത്തിൽ ഉണ്ടാക്കാൻ പറ്റി. സ്ത്രീ ശാക്തീകരണ പരിപാടികൾ നടത്തി. അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കുറേ ചെയ്യാൻ പറ്റി അവർക്ക്. പക്ഷേ 2024-25 കാലഘട്ടത്തിൽ വ്യാപകമായ ഒരു യൂത്തിൻ്റെ വലിയ കലാപം നടന്നു. യൂത്തിൻ്റെ കലാപം നടന്നപ്പോൾ ആ കലാപത്തെ അടിച്ചമർത്തിന് വേണ്ടി ഡ്രോൺ ഉപയോഗിച്ച് വന്നും ബുൾഡോസർ ഉപയോഗിച്ച് വന്നും അതുപോലെ തന്നെ ബോംബ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്നും മിസൈൽ ഉപയോഗിച്ച് വന്നും വളരെ വ്യാപകമായി യുവാക്കളെ അടക്കം, ആയിരക്കണക്കിന് യുവാക്കളെയും യുവതികളെ അടക്കം ചുട്ടുകൊന്നും പലരെയും പിടിച്ചുകൊണ്ട് വലിയ രൂപത്തിലേക്കുള്ള കലാപം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് വളരെ വളരെ ഗൗരവതരമായ ഒരു വിഷയം. അതോടുകൂടി അവർക്കെതിരെ അവിടുത്തെ ട്രിബ്യൂണൽ വലിയ കേസെടുത്തു. ബംഗ്ലാദേശിലെ ട്രിബ്യൂണൽ വളരെ വലിയ കേസെടുത്തു. ആ കേസിൻ്റെ ഫലമായി ആ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ ഇവർ ഇന്ത്യയിലേക്ക് ചേക്കേറി. ഇന്ത്യയിൽ വന്ന് താമസിക്കുന്നു. ഒളിച്ചല്ല താമസിക്കുന്നത്, കാരണം അവർ പ്രസ് മീറ്റിന് വരാറുണ്ട്, അല്ലെങ്കിൽ പ്രസ് നോട്ട് കൊടുക്കാറുണ്ട്. എന്തായാലും സ്ഥിതി അവർ 2021 ആഗസ്റ്റ് 5 അവർ ഹസീന രാജിവെച്ചിട്ട് അവർ എവിടെ വന്നു, ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ താമസമാക്കി എന്നുള്ളതാണ്. ഡാക്കയിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ കേസ് അവർക്ക് ഒരു കേസ് തുറന്നു. ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണൽ എന്ന് പറയുന്ന കേസ് തുറന്നു. അതായത് ഹ്യൂമാനിറ്റിക്കെതിരെ, മാനവികതയ്ക്കെതിരെ അവർ പ്രവർത്തിച്ചു, ഒരുപാട് ആളുകളെ കൊന്നു എന്ന് പറയുന്നതാണ് അവരുടെ പേരിലുള്ള ആക്ഷേപം. പക്ഷേ എന്താണ് അബറ്റ്മെൻറ്റ്, ഇൻസൈറ്റ്മെൻറ്റ്, കോംപ്ലക്സിറ്റി, ഫെസിലിറ്റേഷൻ, കോൺസ്പിറസി ആൻഡ് ഫെയിലിയർ ടു പ്രിവെൻറ്റ് മാസ് മർഡർ, മാസ്സായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടക്കൊല ഒഴിവാക്കുന്നതിൽ അവർക്ക് പറ്റിയില്ല എന്നുള്ള നിലത്തിലാണ് അവരെ പറയുന്നത്. പക്ഷേ ഹസീനയുടെ മുൻ ഭരണകാലത്ത് അവർ ഭരണ പ്രവർത്തനങ്ങളെ ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ആണോ എന്ന സംശയം ഉയർത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ഭരണകൂടത്തെ എതിർക്കാനായി യുവാക്കളായാലും ആര് വന്നാലും അവരെ എതിർക്കുന്നത് അല്ലെങ്കിൽ അവരെ തകർക്കുന്നത് ഒരു ഹ്യൂമാനിറ്റിക്കെതിരെയുള്ള ഒരു കാര്യമായി പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചർച്ചയുണ്ട്. അങ്ങനെ UN സംഘർഷം കണക്കാക്കിയാണ്, സംഘർഷം വന്നതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലും ഒരു പരാതി പോയിട്ടുണ്ട്. അവിടെ ഇവരുടെ പ്രോസിക്യൂഷൻകാർ, ഷെയ്ഖ് ഹസീനയുടെ പ്രോസിക്യൂഷൻ വിഭാഗക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഒരു ഒബ്സർവേഷനും വന്നിട്ടുണ്ട്. ഹസീനയുടെ ഭരണം അധികാരവാദം ശ്രേയലക്ഷണങ്ങൾ കാണിച്ചതായി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഇത്, കാരണം സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട്, അതിനെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ വെടിവെച്ചോ അല്ലെങ്കിൽ പല രൂപത്തിൽ കൊല്ലുന്നത്, മാസ് മർഡർ നടത്തുന്നതും ശരിയല്ല എന്ന് പറയുന്ന ഒരു വാദവും ഉണ്ട്. എന്തായാലും 2025 ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു, സുരക്ഷാ സ്ഥാപനങ്ങളെയും പോലീസ് സംവിധാനങ്ങളെയും പാർട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അവാമി ലീഗിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും വളരെ വലിയ രീതിയിൽ അവിടെ വ്യാപകമായിട്ടുള്ള കൊലപാതകം നടക്കുകയും മാസ് മർഡർ നടക്കുകയും ചെയ്തു. അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹസീനയുടെ ഭരണകാലത്ത്
ഭരണം കഴിഞ്ഞിട്ട് ഇപ്പം മുഹമ്മദ് യൂനുസിൻ്റെ ഭരണകാലത്താണ് ഈ കമ്മീഷനുകൾ ഇത് വരികയും ന്യായവ്യവസ്ഥയും ഇങ്ങനെ കേസും വഴക്കുമൊക്കെ വരികയും ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു രീതി വന്നിട്ടുണ്ട്. എന്തായാലും അവാമി ലീഗുകാർ, അതായത് നമ്മുടെ ഹസീനയുടെ അവാമി ലീഗുകാർ ഇതിന് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിന് അന്യായമാണ്, നീതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ ആരോപണങ്ങൾ എന്തായാലും ഹസീനയുടെ ട്രയലിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾക്ക് നിയമനടപടികൾക്ക് പുറമെ രാജ്യത്ത് സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ സൈനിക നിബന്ധനകളും പാർട്ടി പ്രവർത്തനങ്ങൾ നിരോധിക്കൽ എന്നിവയൊക്കെ ഉണ്ട്. എന്നാലും ഹ്യൂമൻ റൈറ്റ്സ് വിങ് പറയുന്നത് നിയമ സംരക്ഷണം സംവിധാനങ്ങൾ മാറ്റങ്ങൾ വേണ്ടത്ര ശരിയായി നടന്ന് കാണുന്നില്ല. അത് യൂനുസിൻ്റെ കാലത്ത് നടക്കുന്നില്ല, ഹസീനയുടെ കാലത്ത് നടന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ 15 വർഷത്തിലധികം മോശകരമായ പ്രകടനങ്ങളെ കാണുക. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ നേതാക്കളിലൊന്നായി അവർ ഇന്ത്യയോട് ബന്ധമുള്ളതിൽ വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇന്ത്യയിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും 24-25 ഭീകര സ്റ്റുഡൻസ് അപ്രൈസിംഗ് പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭമായിരുന്നു. അതിനെ ഹസീനയുടെ ഭരണകൂടം അവസാനിപ്പിച്ചത് ഒരു വലിയ പ്രശ്നമായി. ഇപ്പോൾ ടിയാൻമെൻ സ്ക്വയറിൽ, ചൈനയിലെ ടിയാൻമെൻ സ്ക്വയറിൽ ഇതുപോലെയായിരുന്നു വിദ്യാർത്ഥികളുടെ സമരത്തെ ചൈന ഗവൺമെൻറ് നിഷ്കരുണ അടിച്ചമർത്തി. അതിനെതിരെ നമ്മളെ ലോകത്ത് ഒരു യുവജനതയും, കേരളത്തിലോ ഇന്ത്യയിലോ ഒരു യുവജനതയും പ്രതിഷേധിച്ചില്ലേ. ആമസോൺ കാട്ടിൽ പിന്നെ തീ പിടിച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതേസമയം ടിയാൻമെൻ സ്ക്വയറിൽ ചെയ്തപ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്തില്ല. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അത് പോട്ടെ. എന്തായാലും വളരെ ഗൗരവമായ വിഷയമാണ് ഹസീനയുടെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഇതുമായി ബന്ധപ്പെടുത്തി വന്നിരിക്കുന്നത്. ഇപ്പോൾ 2025 റിപ്പോർട്ടുകൾ അനുസരിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങൾ ധാരാളം നടന്നു എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ട്രിബ്യൂണൽ കേസ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ട്രിബ്യൂണലിന് അങ്ങനെ ഒരു അവകാശമില്ല ആ കേസ് പറയാൻ അല്ലെങ്കിൽ വിധിക്കാൻ. അവിടുത്തെ സുപ്രീം അതോറിറ്റി അല്ല ട്രിബ്യൂണൽ എന്നുള്ള വാദവും ഹസീനയുടെ വക്കീൽ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസിക്യൂഷനെ ഭീഷണിപ്പെടുത്തിയാണ് മുഹമ്മദ് യൂനുസ് ഭീഷണിപ്പെടുത്തിയാണ് ഈ വിധിയൊക്കെ സമ്പാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യ പറയുന്നു, ഞങ്ങൾ ചൈന ചോദിച്ചിട്ട് ദലൈലാമയെ ഞങ്ങൾ കൊടുത്തില്ല, പിന്നെ ഞങ്ങൾക്ക് ഹസീനെ തരാൻ തൽക്കാലം ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള സൂചന ആര് പറഞ്ഞു? ഇന്നലെ വിദേശകാര്യ വകുപ്പിൽ നിന്നിറങ്ങിയ പത്രക്കുറിപ്പ് കാണുന്നു. കൊടുക്കൂല എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം കുറ്റവാളികളാണെങ്കിൽ അവരെ കൈമാറണമെന്ന് അന്താരാഷ്ട്ര കരാറുകളുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് നമ്മളുമായിട്ടൊക്കെ അങ്ങനെ കരാറുണ്ട്. അതുകൊണ്ട് കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ടാൽ, ഒരു രാജ്യത്ത് ഒരാളെ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ടാൽ ആ രാജ്യത്തേക്ക് മറ്റേതെങ്കിലും രാജ്യത്ത് ആൾ നിൽക്കുകയാണെങ്കിൽ കൊടുക്കണം. പക്ഷേ അത് കൊടുക്കൂല നമ്മൾ പറയാതെ പകരം നമ്മൾ ഇറക്കിയ പത്രക്കുറിപ്പ് പറയുന്നു, ഇങ്ങനെ അവിടുത്തെ ജനാധിപത്യവും അവിടുത്തെ പ്രശ്നങ്ങളും മനുഷ്യാവകാശ ലംഘനമൊക്കെ തകർന്നു കിടക്കുകയാണ്, അത് നന്നാക്കാൻ ഞങ്ങൾ സഹായിക്കും. ഇന്ത്യയുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് എന്ന് ഇന്ത്യ പത്രക്കുറിപ്പ് ഇറക്കുമ്പോൾ അതിൻ്റെ വരികൾക്കിടയിൽ കിടക്കുന്നത് തൽക്കാലം ഹസീനെ തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല.